അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് റംസാൻ നമുക്ക് ഒരുപാട് ജോലികളുണ്ടാവും. അപ്പോൾ നമ്മുടെ നോമ്പ് നല്ല രുചികരമായ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഒരു 3 വിധ ഐറ്റംസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ നോർമലായ സ്ഥലത്തോ ഒരാഴ്ച വരെ സൂക്ഷിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ അടിപൊളി ക്രിസ്പിയായി ഉള്ളിൽ നല്ല സോഫ്റ്റായ അടിപൊളി ടേസ്റ്റുള്ള 3 വിധം സ്നാക്സാണ്. നമുക്ക് നോമ്പിന് ഒരുപാട് ജോലികൾ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്നൊന്നും എണ്ണക്കടി ഉണ്ടാക്കാൻ ഒഴിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇറച്ചിയട, കോഴിക്കാലി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് വേണ്ട ചേരുവകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്യാബേജ്, ബീഫ് നമ്മൾ വേവിച്ചുകൊണ്ട് പിച്ചിയെടുത്തത്, ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം, ക്യാരറ്റ് 2 എണ്ണം, പിന്നെ കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് ഇത് നമ്മുടെ ഈ കോഴിയടക്കും അതുപോലെ സ്പ്രിംഗ് ഓണിയ ഇതിനും വേണ്ടിയിട്ട് എടുത്ത് വെച്ച ചേരുവകളാണ്. ഇനി ഞാനിതിൽ ബീഫ് അട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കോഴിയട എന്നൊക്കെ പറയും, ബീഫ് അടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനായി ഞാൻ കുറച്ച് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ സാധാ നോർമൽ വെള്ളം കൊണ്ട് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഏത് ഓയിലായാലും വേണ്ടില്ല, ഇനി വെളിച്ചെണ്ണ ആയാലും വേണ്ടില്ല, 1.25 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാവ് എത്രത്തോളം വേണം, എത്രത്തോളം സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്രയും അതിനനുസരിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിനായി ഇത്രയും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സാധാ നോർമൽ പച്ചവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക, നമ്മൾ ഭൂരിയൊക്കെ ബട്ടൂരൊക്കെ ചുടുമല്ലോ, അതിൻ്റെയൊക്കെ മാവിൻ്റെ ഏകദേശം അത്രയും മാവിന് അളവാണ് വേണ്ടത്. ചപ്പാത്തിയുടെയൊക്കെ അളവില്ലേ, അതുപോലത്തെ അളവാണ് നമുക്ക് വേണ്ടി. എന്നിട്ട് ഞാനിപ്പോൾ ഇത് കുഴച്ചിങ്ങനെ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ബോൾസാണ് എനിക്ക് അത്രയും മാവ് കൊണ്ട് കിട്ടിയത്. അപ്പോൾ ഇത് ഓരോ ബോൾസ് ഇങ്ങനെ ഒരു പാകത്തെ ചപ്പാത്തിയുടെ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഇറച്ചിയടയാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ട്രിപ്പിൽ തന്നെ 6 എണ്ണം അതല്ലെങ്കിൽ 4 എണ്ണം, നമ്മുടെ ബോൾ എത്രത്തോളം വലുപ്പമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ബോൾസ് എടുത്തുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാനിത് 10 മിനിറ്റ് ഒന്ന് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 വലിയ ഉള്ളി, മീഡിയം സൈസുള്ള വലിയ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതൽ ഉള്ളി വഴറ്റുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് ചിലപ്പോൾ നമ്മൾ സ്പ്രിംഗ് കോണിയൊക്കെ ഉണ്ടാക്കണ്ടല്ലോ, അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ നമുക്ക് ഇത് ഏകദേശം ഒന്ന് വാടി കിട്ടണം കേട്ടോ. അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം, നല്ലപോലെ വാടി കിട്ടണം. നമുക്ക് റമദാന് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരുപാട് ജോലികളുള്ളതാണ്, വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനിടയിൽ എന്നും സ്നാക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് കുറച്ച് നേരത്തെ രാവിലെയൊക്കെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ അത് ശരിക്കും മൂടിയുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരാഴ്ച നമുക്ക് അതിൻ്റെ സമയം വെറുതെ കളയണ്ട. നമുക്കിപ്പോൾ ഖുർആനൊക്കെ ഓതി നല്ല ദിക്റുകളൊക്കെ ചൊല്ലി എന്നും പ്രാർത്ഥിച്ചിരിക്കേണ്ടാവും ഒരു മാസമാണ് ഈ മാസം. നല്ലതുപോലെ ഇബാദത്ത് ചെയ്താലാണ് നമുക്ക് പടച്ചവൻ്റെ നിന്ന് അതിനുള്ള ഫലം കിട്ടും, പ്രതിഫലം കിട്ടും. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യാൻ, നമുക്ക് കുറച്ച് കൂടുതൽ ഇബാദത്തൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വെറും ഫുഡ് ഉണ്ടാക്കി നിന്നാൽ നമ്മുടെ സമയം ഫുള്ളും അങ്ങനെ വേസ്റ്റായി പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷമാണ് പറയുന്നത്, നമ്മൾക്ക് കേടുവരാതെ ഇത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ബീഫ് വേവിച്ച് വെച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. ഇതിൽ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇറച്ചിയട എന്ന് പറയും, മല്ലിച്ചപ്പാണ്. ഈ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ കൂടുതലും ഇത് ഇറച്ചിയട, ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയട്ടോ. ഇറച്ചിപ്പത്തിരി നമ്മുടെ ഇവിടെ ഉണ്ടാക്കും ഇതേപോലെ. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയിരുന്നു, പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത് വേറെ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളൊക്കെ ആദ്യം ഏറെ രീതിയിലാണ്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഇറച്ചിപ്പത്തിരി 2 വിധത്തിൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഇത് വേറെ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കോഴിക്കാല് അതുപോലെ സ്പ്രിംഗ് ഓണിയക്കയിലാണ്
ക്യാപ്സിക്കൊക്കെ ചേർത്തി കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി ഒക്കെ ചെറിയ ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേരുവകൾ ഇട്ടിട്ട് നമ്മളിത് ഒന്ന് വഴറ്റി എടുക്കുക. ഒന്ന് വാടി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചത് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ മസാല ഒന്ന് വാട്ടിയെടുത്താൽ മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇറച്ചിയടക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടോ. ഇത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ കോഴിക്കാല്, അതുപോലെ പിന്നെ അതിന് ഒരുപാട് പേരുകളൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല, ഞാൻ ഓരോ സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ പേരുകളൊക്കെ നമുക്ക് ഇങ്ങനെ രൂപത്തിനനുസരിച്ച് ഉണ്ടാക്കാറാണല്ലോ എല്ലാവരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാബേജ്, പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബീഫ് വേവിച്ചെടുത്തത്, ക്യാരറ്റ്, കറിവേപ്പില, ഇത്രയും ചേരുവകളാണ് കേട്ടോ. ബീഫ് ഞാൻ നേരത്തെ മറ്റതിലേക്ക് വേവിച്ചെടുത്തതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തി വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുത്തതാണ്, മിക്സിയിലൊന്ന് പൊടിച്ചിട്ട്. ഇത് നമ്മൾ ഇതിന് പകരം ചിക്കൻ ആയാലും പറ്റും കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്, അപ്പോൾ ഞാൻ ബീഫ് വെച്ച് കണ്ട് ചെയ്യാമെന്ന് കരുതി. ഇതെല്ലാം നമ്മൾ മഞ്ഞ ക്യാപ്സിക്കമാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് വഴറ്റിയാൽ മതി. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ഇട്ട് വാട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് എല്ലാതും ഒന്ന് വാടി കിട്ടണം. കുറച്ചൊക്കെ അത്യാവശ്യം വാടണം കേട്ടോ, എന്നാലുള്ളൂ നമുക്കത് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എത്രത്തോളം ഉപ്പ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് ഇട്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത്, കുരുമുളക് നിറച്ചൊരു ടീസ്പൂണ്, പിന്നെ നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെറൈറ്റി ഒരു ഡിഷാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല രുചികരമായതാണ്. നമ്മൾ എടുത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു കഷ്ണം ബട്ടറാണിത്. പിന്നെ ഇത് മറ്റേ നമ്മൾ ഉണക്കമുളകുണ്ടല്ലോ, വറ്റൽമുളക് പൊടിച്ചെടുത്തത്, ഇത്രയും ഇട്ടുകൊണ്ട് നമ്മൾ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇന്ന് ഞാൻ ഉരുളങ്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചതാണിത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. നമ്മൾ ഇത് എടുത്ത് വെച്ചാലും പിന്നെ ഇത് നമ്മൾ മുട്ടയിലല്ല കോട്ടിങ് കൊടുക്കണം. മുട്ടയിൽ കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആവും. ഇത് മൈദയിലാണ് കോട്ടിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ ക്രിസ്പി, മുകൾ ഭാഗത്തുള്ള ക്രിസ്പിനെസ് ഒരു കുഴപ്പമുണ്ടാവില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് 1 ദിവസത്തിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. മസാലയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം. അപ്പോൾ ഈ മസാലകളൊക്കെ നല്ലപോലെ വാട്ടിയെടുത്ത് ഇനി ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോളുണ്ടല്ലോ, ഇത് ഞാൻ പരത്തി വെച്ച് നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ടോ, എന്തെങ്കിലും ഒരു ഗ്ലാസ് വെച്ചിട്ടോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വട്ടപാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അടയാളപ്പെടുത്തുക. എല്ലാ ഭാഗത്തും എത്രണ്ണമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളത്തിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത് മസാല നമ്മൾ ഓരോന്നിലായിട്ട് നമ്മൾ ഓരോ ടീസ്പൂണ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ആ ഗ്ലാസ് കൊണ്ട് വട്ടം വരച്ച് കൊടുത്തല്ലോ. ഇനി നിങ്ങൾക്ക് വട്ടം വരക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങാണ്ട് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് പിന്നെ ഇത് നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ 8 എണ്ണം 4 എണ്ണം നമ്മുടെ ബോൾസ് എത്രത്തോളം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ബോൾ ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെ മാവ് ഈ പരത്തുന്നത് കട്ടിയില്ലാതെ പരത്തിയെടുക്കണം കേട്ടോ. കട്ടിയില്ലാതെ പരത്തിയെടുത്തിട്ട് ഒരു പാകത്തെ നമ്മുടെ ചപ്പാത്തിയുടെ കട്ടിയൊക്കെ അല്ലേ, അങ്ങനെ കട്ടിയില്ലാതെ പരത്തിയിട്ട് അപ്പോൾ എനിക്കിവിടെ 4 എണ്ണമാണ് ഇപ്പോൾ ഞാനിതിൽ പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ ബോളാണെങ്കിൽ എത്ര എണ്ണം അങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും അത്രണ്ണം ചെയ്യട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ 4 എണ്ണം 5 എണ്ണം 10 എണ്ണം ഒക്കെ ചെയ്യാൻ പറ്റും. ബോൾ നിങ്ങൾക്ക് പരത്തിയെടുക്കുന്ന എത്ര വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇറച്ചിയട ഇവിടെ റെഡിയാണ്. എന്നിട്ട് ആ വക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കി വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് ചൂടാക്കി എടുത്താലുണ്ടല്ലോ നമുക്കിത് പിന്നെ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നോർമലായ സ്ഥലത്ത് തന്നെ ഒരാഴ്ച വരെ വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാനിത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് ബോൾസ് എത്രത്തോളം വലിയതാക്കി പരത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വളരെ പെട്ടെന്ന് ഈ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ജസ്റ്റ് ഒട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് വക്ക് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒട്ടിയിട്ടുണ്ട്, എന്നാലും ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഇറച്ചിയുടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രണ്ണം ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിൽ ആവശ്യത്തിനുള്ളത് മാത്രം കാണിച്ചതാണ് കേട്ടോ. നല്ല വൃത്തിയായി തന്നെ നമുക്ക് കിട്ടും, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ പിന്നെ നോൺ സ്റ്റിക്കിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടെടുത്തിട്ടാൽ ഇത് നമ്മൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒട്ടിപ്പിടിക്കുന്ന പേടിയും പേടിക്കണ്ട. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കാണിക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റോടെ ഇത് നല്ല സോഫ്റ്റ് ആയിങ്ങാണ്ട് കഴിക്കാനും പറ്റും. എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. നമ്മൾ ഈ പിന്നെ ഓലയൊക്കെ വാങ്ങിങ്ങാണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ പോലെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇറച്ചിയട ഇവിടെ റെഡിയാണ്. ഇറച്ചിപ്പത്തിരി എന്ന് പറയും, ഇറച്ചിയട എന്ന് പറയും. എന്താണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ കോഴിക്കാൽ ഉണ്ടാക്കാനാണ്. ഇതിന് ഓരോ ബോൾസുകൾ എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. ഈ പരത്തിയെടുത്തിട്ട് പിന്നെ ഇതുപോലെ ഈ ഗ്ലാസ് കൊണ്ട് നമ്മൾ ഈ പിന്നെ കോഴിക്കാലിനെ ഇതേപോലെ വട്ടം വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ വിശദീകരിച്ച് കാണിക്കാത്തത് ഇത് കുറേ വീഡിയോ വലുതായിപ്പോൾ ഉണ്ടായിരുന്നു കരുതിട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബോളെടുത്ത് ഉപ്പും മൈദപ്പൊടിയും വെള്ളം സാധാ നോർമൽ വെള്ളം എടുത്ത് കുഴച്ചെടുത്ത മാവ് തന്നെയാണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതേപോലെ തന്നെ കുഴച്ചെടുത്ത മാവാണ്. ഇനി ഇത് നമ്മൾ എത്രത്തോളം കട്ടിയില്ലാതെ പരത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം കട്ടിയില്ലാതെ പരത്തുക. ഒരു പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ അതിനൊക്കെ വേണ്ടി പിന്നെ പരത്തുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ വട്ടം എടുത്തുങ്ങാണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തുങ്ങാണ്ട് ആ വട്ടാക്കിങ്ങാണ്ട് എടുത്ത് നമ്മളത് വേറെ എടുത്ത് വെക്കുക. ഇങ്ങനെ ഓരോന്ന് വട്ടം വരച്ച് ഇങ്ങനെ ആ ആവശ്യത്തിന് എത്ര നമുക്ക് വേണ്ടത് എങ്കിൽ അതനുസരിച്ച് നമ്മളിങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് എടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് കുറച്ച് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്, നമുക്ക് കോട്ടിങ് കൊടുക്കാനാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത് കോൺ പൊടിയാണ്, നമ്മുടെ പുട്ടിൻ്റെ കമ്പപ്പൊടി ഉണ്ടല്ലോ, ഇതൊക്കെ ആവശ്യത്തിനുള്ളവർക്ക് മാത്രം മതി. അല്ലെങ്കിൽ വെറും ബ്രെഡിൻ്റെ പൊടി മാത്രം മതി. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും നമുക്ക് ക്രിസ്പിനെസ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. ഈ കോട്ടിങ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ മാവാണ് കലക്കി വെച്ചിട്ടുള്ളത്. സാധാ മൈദപ്പൊടി കുറച്ച് പച്ചവെള്ളത്തിൽ കുറുക്കി കലക്കി വെച്ചിട്ടുണ്ട്. കോട്ടിങ് കൊടുക്കാൻ മുട്ട വേണമെങ്കിൽ അത് പൊട്ടിച്ചെടുത്താലും മതി. മുട്ടയുടെ രുചി നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ അതിലേറെയൊക്കെ ടേസ്റ്റും ക്രിസ്പി ഉണ്ടാവുക, 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്പി ഉണ്ടാകുക. അതാണ് ഇത്. നമ്മുടെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസില്ലേ, ഉരുളങ്കിഴങ്ങ് പത്താദീസൊക്കെ പറയും, നമ്മൾ പൊരിച്ചെടുക്കാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഇത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐസ്ക്രീമിൻ്റെ കോലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് നമുക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റും. മറ്റേ ഐസ്ക്രീമിൻ്റെ അതാകുമ്പോൾ നമ്മളത് എടുത്തിടണമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ഈ പിന്നെ ഉരുളങ്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് നമുക്ക് കടയിൽ നിന്ന് പേക്ക് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങി കൊണ്ടുവന്നാൽ ഇങ്ങനെ അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്തുങ്ങാണ്ട് ഇതിൽ ഈ കോഴിക്കാൽ പോലെ ഇരിക്കും ഇതിൻ്റെ രൂപം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്ത, നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കൂട്ടുണ്ടല്ലോ അതിങ്ങനെ ഉരുട്ടി എടുക്കുക. ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമ്മൾ ആ പരത്തി വെച്ച ബോൾ ഉണ്ടല്ലോ അത് ഒന്ന് തന്നെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബോൾസ് എടുത്തുകൊണ്ട് ഇതിനെ ചുറ്റും കവർ ചെയ്യുക. ഇനി ഒന്നുകൊണ്ട് എത്തില്ല എങ്കിൽ മൂടിയെടുക്കാൻ എത്തില്ല എങ്കിൽ നമ്മൾ 2 എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ഈ മൈദയിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് കംസിൽ ഇങ്ങനെ കോട്ടിങ് കൊടുക്കുക. എന്നാൽ നല്ല എളുപ്പമാണ്, നമുക്ക് ചെയ്തെടുക്കാൻ വളരെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് രാവിലെ തന്നെ ചെയ്ത് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസും കൂടി ആദ്യത്തിൽ ഞാൻ ചീസ് ഇടാൻ മറന്നതാണ്. അപ്പോൾ ചീസും കൂടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ പിന്നെ ഇതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പൊതിയ കവറിങ് കൊടുക്കുക. കവറിങ് കൊടുക്കാൻ ഒന്ന് ചെറുതാണ് നമ്മുടെ ബോൾസ് എങ്കിൽ നമുക്കൊന്നും കൂടി ഇതേപോലത്തെ എടുത്ത് കവറിങ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഒന്നുകൊണ്ട് തന്നെ കവർ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ മാവിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് കംസിൽ മുക്കുക. എന്നിട്ട് നമ്മൾ അതവിടെ എടുത്ത് വെക്കുക. അങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ, ഫ്രിഡ്ജിൽ വെച്ചാൽ, സാധാ നോർമൽ സ്ഥലത്ത് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ
ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് എൻ്റെതൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ നേരത്തെ നമ്മൾക്ക് ഒരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജോലികളും അന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി, കാണാനും ഭംഗിയാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ കോഴിക്കാല് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ചീസ് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ചീസും കൂടിയിട്ട് അടിപൊളി ടേസ്റ്റായിരിക്കും. നമുക്ക് ഉള്ളിലൊക്കെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റ്. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റാണ്. അത്യാവശ്യം എണ്ണ കുടിക്കാത്ത ഒരു സ്നാക്സാണ്. കണ്ടോ, ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ ഒരു മൂടിയുള്ള പാത്രത്തിൽ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മൂടിയുള്ള ഒരു പാത്രത്തിൽ വെച്ച് മൂടി വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒന്നൊന്നിൽ തട്ടാതെ, ജസ്റ്റ് ഒന്നൊന്നിൽ തട്ടാതെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. തട്ടിയത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ തണുപ്പൊക്കെ തട്ടുമ്പോൾ ഇനി ഒന്നും വരണ്ട എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ എത്രത്തോളം വേണമെങ്കിൽ നമുക്ക് അത്രത്തോളം ആളുകൾക്കനുസരിച്ച് ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയും കൂടി വെച്ചിട്ട് നല്ല പോലെ മൂടി വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്പ്രിംഗ് ഓണിയയാണ്. അതിനും ഇതേപോലെ തന്നെ മാവ് കുഴച്ചെടുക്കുക. ബോൾസിന് വേണ്ടി ഈ വക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടാക്കുന്ന ഷീറ്റ് വാങ്ങാൻ കഴിയുന്നവർക്ക് വാങ്ങാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഷീറ്റൊന്നും എവിടെ കടയിലാണ് ഉള്ളതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പരത്തിയെടുക്കുകയാണ്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ വക്കെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് 3ആയി കട്ട് ചെയ്താണ് കേട്ടോ. നമ്മുടെ സ്പ്രിംഗ് ഓണിയൊക്കെ എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ 3 ഷീറ്റാക്കി. ഇത് നിങ്ങളുടെ മാവ് വലുതാക്കി നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലുപ്പം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് തന്നെയാണ് കേട്ടോ, നമ്മൾ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, അതേ മാവ് തന്നെയാണ് നമ്മൾ കോഴിക്കാലിനുണ്ടാക്കിയ ആ മാവ് തന്നെ. അതിൽ ഇതേപോലെ ചീസ് ഇടുക, ഈ ബോൾസ് വെക്കുക, കുറച്ച് ഉരുളൊട്ടി ഇങ്ങനെ നീളത്തിൽ വെക്കുക. എന്നിട്ടിങ്ങനെ ചീസ് ഇടുക. ചീസ് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഇതേപോലെ മൈദമാവിൽ മുക്കുക. മൈദമാവിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ബ്രെഡ് കോട്ടിങ് കൊടുക്കുക. അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയി കഴിക്കാൻ പറ്റും. ഇത് നമുക്ക് പിന്നെ ഇതിങ്ങനെ ബ്രെഡ് കോട്ടിങ് കൊടുത്തുകൊണ്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഇത് കഴിക്കുമ്പോഴും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സായി. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ദിവസം സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മുടക്കിയാൽ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ചെറിയ ഉരുളയാക്കി എടുക്കുക. ഇത് അപ്പുറം ഇപ്പുറം തട്ടിക്കരുത് കേട്ടോ. തലഭാഗം അങ്ങേ ഭാഗം ഇമേ ഭാഗം കുറച്ച് ലൂസ് ഇടണം. കാരണം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് അത് പിന്നെ വെച്ച് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അതിൽ കൂടെ എണ്ണ കയറും. അത് കയറാതിരിക്കാൻ വേണ്ടി ശരിക്കും ഉള്ളിലേക്ക് ആക്കി കൊടുക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചീസും കൂടി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചീസ് വേണ്ടവർക്ക് വെക്കാം, ഇല്ലാത്തവർക്ക് നിർബന്ധമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സിഗരറ്റൊക്കെ ഉരുട്ടുന്നത് പോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് 2 ഭാഗം ഉള്ളിലേക്ക്, അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് എണ്ണ കയറിയില്ല. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ഉരുട്ടി എന്നിട്ട് നമ്മൾ ആ മൈദമാവിൽ മുക്കുക, ബ്രെഡ് കംസിൽ മുക്കി അതെടുത്ത് വെക്കുക. ഇത് ഉരുട്ടിയതിന് ശേഷം ചെയ്യുന്ന രീതി ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് ശരിക്ക് കൊണ്ട് പ്രസ് ചെയ്ത് ഉരുട്ടി കൊടുക്കുക. ഓട്ടയെല്ലാം അടച്ച് കൊടുക്കണം, എന്നാൽ എണ്ണ കയറാതിരിക്കുള്ളൂ കേട്ടോ. എന്നിട്ടിങ്ങനെ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട്, അതല്ലെങ്കിൽ താഴെ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഉരുട്ടി കൊടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ മൈദമാവിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് കംസിൽ മുക്കുക. എന്നാൽ ഇതിലൊട്ടും തന്നെ എണ്ണ കുടിക്കില്ല, നല്ല ക്രിസ്പി ഉണ്ടാവും. മൈദയിലും ബ്രെഡിൻ്റെ കോട്ടിങ്ങും കൂടെ ആകുമ്പോൾ നല്ല ക്രിസ്പി പുറമേ ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അടിപൊളി ടേസ്റ്റുള്ള 3 സ്നാക്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് വെറുതെ പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് നോമ്പിന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു ആഴ്ച വരെ ഒരു സ്നാക്സും നമുക്ക് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടില്ല. നല്ല അടിപൊളിയായി ഇങ്ങനെ എടുത്ത് വെച്ചാൽ അത് ശരിക്കില്ല മൂടിയുള്ള പാത്രത്തിലാക്കി വെക്കണം കേട്ടോ. ഉള്ളിലേക്ക് ഒട്ടും തന്നെ കയറരുത്, അങ്ങനത്തെ പാത്രത്തിലാക്കി വേണം നമ്മൾ എടുത്ത് വെക്കാൻ. അപ്പോൾ ഞാനുണ്ടാക്കിയ ഈ 3 സ്നാക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നോമ്പിന് നമുക്ക് സമയം ലാഭിക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിക്കാണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വളരെ ക്രിസ്പിയായും നല്ല രുചികരമായും ഒരു കുഴപ്പമില്ലാതെ
ഒരാഴ്ച വരെ നമുക്ക് സ്നാക്സുകൾ ഉണ്ടാക്കി വെക്കാം. ഞങ്ങൾ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കി കാണിക്കുന്നത്. കുറേ നമുക്ക് വല്ല പാർട്ടി വല്ല തുറവിയൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ വളരെ പണി. ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇനി കൂടുതൽ വെക്കണമെങ്കിൽ ബട്ടർ പേപ്പർ അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ എയറൊന്നും കൂടാത്ത ഒരു മൂടിയുള്ള പാത്രത്തിലായിരിക്കണം ഇത് മൂടി വെക്കേണ്ടത്. പിന്നെ കൂടുതൽ എണ്ണക്കടിയൊക്കെ നമുക്ക് കേടാണല്ലോ, 1-2 എണ്ണക്കടിയൊക്കെ കഴിക്കുക എന്നല്ലാതെ വീട്ടിൽ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് കാണിച്ചതാണിത്. നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താണ് ഇത് കാണിക്കുന്നത് കേട്ടോ. നല്ല ക്രിസ്പിയുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് എത്ര കഴിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, മടുപ്പ് തോന്നില്ല. അതേപോലെ എണ്ണക്കടി കഴിച്ച ഒരു ഫീല് നമുക്ക് വയറിന് അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല, എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. നല്ല ക്രിസ്പിയുമാണ്, നല്ല അടിപൊളി രുചിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.